പറ്റത്തില്ലെന്നറിയാം. അത് പോട്ടെ, സബ് ജയിലിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന കണ്ണേട്ടനെ ജയിൽ പുള്ളികളെ കൊണ്ടും വാർഡനെ കൊണ്ടും തല്ലാൻ കൊട്ടേഷൻ കൊടുത്താരാ? അവരെയൊക്കെ പണം കൊടുത്ത് സ്വാധീനിച്ചതാരാ? മിണ്ടരുത്. കണ്ണേട്ടനെ ഏത് നിമിഷം ജയിലിൽ നിന്നിറങ്ങും. അത് തടസ്സപ്പെടുത്താനായിട്ട് താൻ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച കരുണ, പിന്നെ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും നീ കാണേണ്ടി വരും. ഇത് ജയിലിൽ കിടന്ന് മടുപ്പ് തീർത്തൊരുത്തന്റെ വാക്കുകളാ. ആ വാക്കുകളെ തള്ളിക്കളയരുത് താൻ. ചായ കുടിച്ചിട്ട് വാ മോനെ. വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്തടത്തുനിന്ന് ഞാൻ കുടിക്കാറില്ല. എന്നാലും പിന്നെ മരുമോന്റെ വീട്ടിൽ വരുമ്പോ ധൈര്യമായിട്ട് ഞാൻ കുടിക്കും. കാരണം മോളിനി എന്നെ കൊല്ലാൻ ശ്രമിക്കില്ല. നിന്റെ ഒക്കെ ഉണ്ണിക്കുട്ടനെ കൊന്നാലും. അവൻ പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ണിയെ കൊന്നിട്ടാണല്ലോ നമ്മുടെ മോക്ക് അവനോടൊപ്പം ജീവിക്കണമെന്നല്ലേ? അതെ അതെ, അങ്ങനെയാണല്ലോ ഇപ്പൊ കാര്യങ്ങളിലൊക്കെ പോക്ക്. ഇനി എന്ത് ചെയ്യും കരുണേട്ടാ? സുധേ, ഞാനിനി ആലോചിച്ചിട്ടൊരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താ? എല്ലാം കണ്ടു നിന്ന് നെടുവീർപ്പിടുക. എന്തു പറ്റിയോപ്പാ? തട്ടുകട പൊളിക്കാൻ നോക്കിയത് ഞാനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദീപന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇത്തിരി വൈകിട്ടാണെങ്കിലും അവനെത്തി. ഞാനതേപ്പറ്റി പപ്പയോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അവളുമാര് തട്ടുകട നടത്തിക്കോട്ടെ. ആ കൃഷി ഓഫീസറെ കാർത്തു കല്യാണം കഴിക്കാതിരുന്നാ മതി. എന്നെക്കാൾ നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടരുതെന്നേ എനിക്കുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ദീപനെ പോലെ തന്നെ കരുത്തനായിരുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവന്മാരൊക്കെ എന്റെ ഉയിരെടുക്കും. നോക്കേ, ഇയാളൊക്കെ കാണുന്നത് വലിയ അപകടമാ. എടോ, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിനാന്നുള്ളത് അയാൾക്കറിയാലോ. പിന്നെ വിവാഹം കഴിച്ച കഥ അയാൾക്കറിയില്ല. അതെ, ഈ തിയേറ്ററൊക്കെ അടച്ചു. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോയി സിനിമ കാണായിരുന്നു. അയ്യോ, ഞാനില്ല. ഹാ, അതെന്താടോ? എടോ, ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. എന്നാ പിന്നെ 2 മണിക്കൂർ തിയേറ്ററിലെങ്കിലും അടുത്തടുത്തിരുന്നൂടെ? അങ്ങനെ ഇപ്പൊ ഇരിക്കണ്ട. എന്റെ ഭാര്യയാണ്, ഞാൻ തൂക്കിയെടുത്തോണ്ട് അങ്ങനെ പോവും. അതെ, നമുക്ക് 1-2 ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ? തനിക്ക് പേടിയുണ്ടോ? സാറിന്റെ ഒപ്പം എവിടേക്ക് വരാനും ഞാൻ തയ്യാറാ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണ്ട. വീട്ടുകാരൊക്കെ അറിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് മതി എല്ലാം. ഇപ്പൊ ആലോചിക്കേ, ഒരു വലിയ വീടെടുത്താൽ മതിയായിരുന്നു. അതിന്റെ താഴെ നിങ്ങൾക്ക് താമസിക്കായിരുന്നു, മുകളിൽ എനിക്ക് വക്കീലിനും. എന്നിട്ട് വേണം സാറിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ എന്നെ കാണാൻ. അവർക്കാർക്കും എന്നെ പരിചയമില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അതല്ലല്ലോ സ്ഥിതി. പിന്നെ സാറിനോട് എനിക്കൊരു അപേക്ഷ ഉണ്ടായിരുന്നു. പശുവിനെ ലേലത്തിൽ പിടിക്കാൻ സഹായിച്ചു, തട്ടുകട ഇട്ട് തന്നു, പിന്നെ താമസിക്കാൻ ഒരു വീടും. ഈ മാസാമാസമുള്ള വാടക ഞങ്ങൾ കൊടുത്തോളാം. എന്താടോ അങ്ങനെ? ഭാര്യയ്ക്ക് ചെലവിന് തരേണ്ടത് ഭർത്താവിന്റെ കടമയാ. നിങ്ങളെല്ലാം പിടിച്ചടക്കി, തറവാട് ഉൾപ്പെടെ എല്ലാം സ്വന്തമാക്കി.
ഞങ്ങൾ ജീവിക്കാൻ പാടുപെടുക. അതിന്റെ പിന്നാലെ എന്തിനാ വരുന്നത്? ഞങ്ങൾ എന്തിനാ ശ്രദ്ധിക്കുന്നത്? മിക്കവാറും കണ്ണേട്ടനെ സ്നേഹിക്കുന്നവരെ തന്നെ തല്ലിക്കൊല്ലുമെന്നാ തോന്നുന്നേ. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. ഇതിനകത്ത് എപ്പോഴാണോ എന്തോ കഞ്ചാവ് വയ്ക്കുന്നത്. ഞാൻ അരുൺ സാറിനൊപ്പം വഴിയരികിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും. എന്നാ ഒരു കാരണവും ഇല്ലാതെയാ നിങ്ങളുടെ മോള് അന്യ പുരുഷനൊപ്പം കറങ്ങി നടക്കുന്നത്. എടിയടി, നീ നിന്റെ സ്വഭാവം എന്റെ മോളെ തലയെ കെട്ടിവെക്കരുത് കേട്ടാ. കരണ, താൻ പോവാൻ നോക്ക്. അല്ല കുട്ടേട്ടാ, അയാള് പറയട്ടെ. തറവാട്ടിലെ ജനലിലേക്ക് ടോർച്ച് അടിച്ചത് ആരാണെന്ന് ഉൾപ്പെടെയുള്ള സത്യങ്ങള് വേണമെങ്കിൽ വന്ന് പറയും. അത് ചെയ്തവര് തന്നെ. എനിക്കറിയാവടി, നീയൊക്കെ ആരെങ്കിലും കൊണ്ടൊക്കെ പറയിക്കുമെന്ന്. അതിന്റെ ആവശ്യമൊന്നുമില്ല. വരേണ്ടവര് വരുമ്പോ നിങ്ങളുടെ മോള് തന്നെ പറയും ആരാ ടോർച്ചടിച്ചെന്ന്. അവനവന്റെ കാര്യം നോക്കി ജീവിച്ച നിങ്ങൾക്ക് കൊള്ളാം. ഞങ്ങൾക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടുന്നതൊക്കെ നേട്ടങ്ങൾ മാത്രമാ. എന്നാ അതുപോലെയല്ല കാവിശ്ശേരിക്കാരുടെ കാര്യം. വളഞ്ഞ വഴിയിലൂടെ കുന്നോളവാ സമ്പാദിച്ചു കൂട്ടിയത്. അതൊക്കെ കൈവിട്ടു പോയാലേ കരയേണ്ടി വരും. ഭാഗ്യമുണ്ടെങ്കില് പശുവിനെ ലേലത്തിൽ പിടിച്ച പോലെ ആ തറവാട് മരുൺ സാർ ലേലത്തിൽ പിടിക്കും. അങ്ങനെ ഒരു വാക്ക് ഇവക്ക് കൊടുത്തിട്ടുണ്ടോ അവൻ? തറവാട് ലേലത്തിൽ പിടിച്ചിട്ട് ഇവളുമാരെ രണ്ടുപേരെയും അവിടെ താമസിപ്പിക്കാവുന്ന. അത്രയ്ക്ക് അടുത്ത് പോയോടി നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ആ അടുത്തു. കല്യാണവും കഴിഞ്ഞു. എന്താ തൃപ്തിയായോ? എവിടെ തൃപ്തിയാവാനാ? രണ്ടെണ്ണം കിട്ടിയാലേ മനസ്സ് നിറഞ്ഞു പോകത്തുള്ളൂ. നിന്നെ ഞാൻ കണക്കിലെടുത്ത് കഴിഞ്ഞതാ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ നീ എന്റെ നേരെ കത്തിയെടുത്തപ്പോ തന്നെ. ഞങ്ങളെ തട്ടുകടയിലല്ല പണിയെടുത്തത്, പാടത്തും പറമ്പേലുമാ. അതുകൊണ്ട് ശരീരം അല്പം കുറവാണെങ്കിലും കൊണ്ടതാ. കണ്ണന്റെ മാമനാന്നുള്ള വിചാരമൊക്കെ കണ്ണൻ ജയിലിൽ പോയതോടെ കഴിഞ്ഞു. ഇപ്പൊ എവിടെയും വെച്ച് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നും പറഞ്ഞാ നടക്കണത്. പവിത്രേ, നിന്റെയൊക്കെ സമയം കൊള്ളാവടി. ചുറ്റിനും സംരക്ഷിക്കാൻ വാനരന്മാരാണല്ലോ. അതെ, അവരൊക്കെ നേരും നിറയുള്ളവരാ. അല്ലാതെ നിങ്ങളെ പോലെ മറ്റുള്ളവരുടെ കഴുത്തറക്കുന്നവരല്ല. അല്ല, അവള് വിളിച്ചിട്ടാ ഞാൻ വരുന്നത്. ഇവിടെ ഇപ്പൊ മോനില്ല, അതുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരുത്തി പറഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് ഓടിക്കേറി വരുന്നതാണോടാ മര്യാദ? ആഹാ, പെണ്ണിനില്ലാത്ത നാണക്കേട് എന്തിനാ അമ്മച്ചി ആണിന്? നീ കെട്ടിയതാണോടാ? ആ അതെ. എന്നിട്ട് കെട്ടിയാലവിടെ കൂടെ ഇല്ലേ? ഇല്ല. ബന്ധം പിരിഞ്ഞോ? ഇല്ല, രണ്ടാം കെട്ടായിരുന്നു. ആരുടെ? നിന്റെയോ? അവളുടെ. ഓ, അപ്പൊ രണ്ടാം കെട്ടുകാരിയാണോ നീ കെട്ടിയത്? എന്നാലേ അവള് നിന്റെ കയ്യിൽ നിന്ന് കാണത്തില്ല, ചാടിപ്പോയി കാണും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയെ. അതേപ്പറ്റിയൊന്നും അമ്മച്ചിയോട് വിസ്തരിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നെ കാണണമെന്ന് അവള് പറഞ്ഞു, ഞാൻ വന്നു. ഇനി അമ്മച്ചിക്ക് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മച്ചി മരുമോളോട് സംസാരിച്ചാ മതി. വെറുതെ എന്നോട് ഇടയാൻ വരല്ലേ. എന്നെ പോലുള്ള അമ്മച്ചിമാര് വീട്ടിനകത്ത് കാവലിരിക്കുന്നതേ മരുമക്കള് വഴിപിഴച്ചു പോകാതിരിക്കാനാ. അപ്പോ അമ്മച്ചിയുടെ മരുമോളെ അമ്മച്ചിക്ക് വിശ്വാസം ഇല്ലല്ലേ? ഉണ്ടായിരുന്നു, എന്നാ ഇപ്പൊ ഇല്ല. നിന്നെ പോലൊരുത്തനെ വീട്ടിലേക്ക് വിളിക്കുമല്ലേ? അങ്ങനെ അന്യ ആണുങ്ങൾ കേറി നിരങ്ങാത്ത തറവാടായിരുന്നു ഇത്. ആയിക്കോട്ടെ, അത് നല്ല കാര്യം തന്നെയാ. അല്ല, എന്നിട്ട് നിങ്ങൾ പിന്നെ എന്തിനാ നിങ്ങളുടെ മൂത്ത മരുമോളെയും കണ്ണേട്ടന്റെ ജീവനായ കാർത്തൂനെയും പുറത്താക്കിയത്? എടാ, അതും ഇത് തന്നെയായിരുന്നു കാര്യം. കണ്ണൻ ഒരുത്തനെ വിശ്വസിച്ച് ഈ വീടിനകത്ത് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തു. അതവൻ മുതലെടുത്തു. പപ്പൻ അവന് ഇപ്പൊ അവക്ക് തട്ടുകട ഇട്ട് കൊടുത്തിരിക്കുന്നത്. പവിത്രേടത്തിയോടൊപ്പം കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പപ്പേട്ടനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഒരു ദിവസം രാത്രിയിലേ അവൻ അവളെ കാണാൻ വന്നിട്ട് എന്നെ എന്റെ മോനെയും കൂടെ ഒരുമിച്ച് തള്ളിയിട്ടിട്ടാ ഓടിപ്പോയെ. അമ്മേ, മേലിൽ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഇത്തരം സംസാരങ്ങൾ എഴുന്നള്ളിക്കരുത്. ഇനിയിപ്പോ ഇവള് ദീപനുമായിട്ട് എന്റെ മുറിയിലിരുന്ന് സംസാരിച്ചെന്നിരിക്കട്ടെ, എന്നാലും ഇവളെ ഞാൻ അവിശ്വസിക്കില്ല.
ആയല്ലോ നിങ്ങൾക്ക്. സന്തോഷായോ? ഒരു ദിവസം അവൻ എല്ലാം തിരിച്ചറിയുവടി. എന്താ തിരിച്ചറിയുന്നത്? ഞാൻ അഴിഞ്ഞാടി നടക്കൊന്നുമല്ലല്ലോ മൂത്ത മരുമോളെ പോലെ. അവൾ എന്നാടി ഇരുട്ടത്ത് പുറത്തിറങ്ങി പോയിട്ടുള്ളത്? പട്ടാപ്പകൽ ഇതുപോലെ ആണുങ്ങളെ വിളിച്ച് മുറിക്കകത്തിരുത്തി സംസാരിച്ചിട്ടുമില്ല. ഞാൻ ഇനിയും വിളിക്കും. അതിനുള്ള ലൈസൻസേ എന്റെ ഭർത്താവ് എനിക്ക് തന്നു കഴിഞ്ഞു. അതിന് അവനൊരു ഭർത്താവാണോടി? അത് വേണമെങ്കിൽ ഞാൻ പോയി നിങ്ങളുടെ മോനോട് ചോദിക്കാം. മുറ്റം തൂക്കാനെന്നും പറഞ്ഞ് ചൂലും കൊണ്ട് ഇറങ്ങിക്കോളും. എന്നിട്ടോ വെറുതെ 2 വരയും വരയ്ക്കും. കരിയിലേയും ചപ്പും ചവറൊക്കെ അവിടെ തന്നെ കിടക്കും. എന്നാ പിന്നെ പോകുന്ന രീതിയിൽ നീ തൂക്കടി. തൂക്കും മിക്കവാറും. തൂത്ത് തുടയ്ക്കും നിങ്ങളെ. അവന്റെ കൂടെ നീ ഒളിച്ചോടി പോകുമ്പോഴേ ഇവിടെ ഒരുത്തം പഠിക്കും. അങ്ങനെ എനിക്ക് ജീവിക്കണമെങ്കിലേ ഒളിച്ചോടി പോവേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ അവനൊപ്പം ജീവിക്കും ഇവിടെ. പിന്നെ ഓടാൻ പോകുന്നതേ നിങ്ങളും നിങ്ങളുടെ മോനുമാ. അത് ഓർമ്മ വേണം. കിടന്ന് ചാടുന്ന നേരത്തെ കിടപ്പാടം പോലും ഇല്ലെന്ന് മനസ്സിലാക്കിക്കോണം. ചോദിക്കടാ, ചോദിക്ക. എന്തിനാ തല്ലിയെന്ന് ചോദിക്ക. വീട്ടിൽ വരുന്ന ജോലിക്കാരികളോട് ഫോണിലൂടെ കൊഞ്ചയും കുഴയും ചെയ്യും അല്ലേടാ? എന്നോട് അപ്പ വിളിച്ച് മഞ്ജും എല്ലാം പറയുന്നുണ്ടായിരുന്നു. വെറുതെ ഓരോന്ന് പറയാ. അല്ല, അവൾ എന്നോട് കള്ളം പറയില്ല. നിനക്ക് ഈ സ്വഭാവമൊന്നും ഇല്ലാതിരുന്നാണല്ലോടാ. അനന്ത് റോഡിലൂടെ പോകുന്ന പെൺകുട്ടികളെയൊക്കെ നോക്കുമ്പോഴും നിന്റെ കണ്ണ് അവിടേക്ക് പോവാതിരുന്നാണല്ലോ. പിന്നെ എന്നു മുതലേ ഈ മാറ്റം? എനിക്കൊരു മാറ്റമില്ല പച്ചി. പിന്നെ നീ ഓരോ പെൺകുട്ടികളെയും ഇഷ്ടമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? വിവാഹം വേണ്ടെന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാ? വിവാഹം കഴിക്കാതെ വായി നോക്കി നടക്കാന്നാണോ നിന്റെ വിചാരം? കണ്ണിക്കണ്ട പെൺകുട്ടികളുടെ പിന്നാലെ ചുറ്റാന്നാണോ? നീ എന്തൊന്നും മിണ്ടാത്തത്? അപ്പച്ചി ചിന്തിക്കുന്ന പോലെ ഞാൻ വഴിയൊന്നും തെറ്റിയിട്ടില്ല. എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കോ? ഭാഗ്യത്തിന് കാണുന്ന പെൺകുട്ടികളൊന്നും അനന്തരവന് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് പോയി കണ്ട പെണ്ണ് തരക്കെടില്ലായിരുന്നു. മൂത്ത ആൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അരുൺ കുഞ്ഞു വേണ്ടെന്നും പറഞ്ഞ് ഒറ്റ നിപ്പായിരുന്നു. അവനും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ കുഴഞ്ഞേനെ. അവന്റെ വിവാഹത്തെ പറ്റി എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുണ്ട്. അതേ നടക്കാവൂ. അതുവരെ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നല്ല കാര്യം. എന്നാൽ ഇഷ്ടപ്പെട്ടാലോ? അതെങ്ങനെ മുടക്കണം? അത് പിന്നെ എന്നോട് പറയണോ? പക്ഷേ അവിടെയുള്ളവരെന്നെ സംശയിക്കരുത്. സംശയിച്ച പണി പാളും. താൻ പേടിക്കണ്ട. എനിക്ക് വേണ്ടിയല്ലേ താൻ ഈ സഹായമൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അബദ്ധമൊന്നും പറ്റില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അവിടെ പോയി പെണ്ണ് കണ്ടതിന് ശേഷമേ അവരെന്നെ വിളിച്ചിരുന്നു. പാലക്കൽ കുടുംബത്തെക്കുറിച്ച് നല്ല ധാരണയാ. അതുകൊണ്ട് ബന്ധം നടക്കണമെന്ന് പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധം. എനിക്ക് ചില ഓഫറുകളും തന്നു. ഇതിനോടകം അതിനേക്കാൾ കൂടുതൽ ഞാൻ തന്നു കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ നന്ദികേട് കാണിക്കില്ല. കാണിച്ചാൽ തന്റെ ഈ പണി ഞാൻ പൂട്ടിക്കും. അമ്മേ, അമ്മേ. എന്താ? എന്റെ അമ്മേ, അവന്റെ മുറിക്കകത്തെ അടക്കി പിടിച്ച സംസാരം നടക്കുന്നുണ്ട് അരുണിന്റെ. അതവൻ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കുന്നതായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. അവന് ചുറ്റിക്കളിയുണ്ടമ്മേ, ചുറ്റിക്കളിയുണ്ട്. എന്തിനും ഏതിനും നീ അവനെ സംശയിക്കല്ലേ മഞ്ജു. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അവൻ ഏതെങ്കിലും അടിച്ചു തൊലിക്കാരി പ്രേമിക്കട്ടെ. നീ തെളിവ് സഹിതം പിടിച്ചതുകൊണ്ടാ ഞാൻ അവനെ സംശയിച്ചത്.
അല്ലെങ്കിൽ നിന്നേക്കാളും വിശ്വാസം എനിക്ക് അവനെയാ. അങ്ങനെയുള്ളവരാമേ അവസാനം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ആനന്ദവേട്ടനെ പോലെ ഇത്തിരി വാചകോടിയും അല്ലറ ചില്ലറ വേണ്ടാത്ത സ്വഭാവമുള്ളവരെ അധികം സംശയിക്കേണ്ട കാര്യമില്ല. മിണ്ടാപ്പൂച്ചകളാ പ്രശ്നം. അവർ ഈ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ച് നടക്കുന്നുണ്ട് ഒരു ദിവസം പൊട്ടിത്തെറിക്കും. എടി മഞ്ജു, നീയും അവൻ പഠിച്ച കോളേജിൽ തന്നെയല്ലേ പഠിച്ചത്? അന്ന് അവനെ പറ്റി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? അവനെപ്പറ്റി ടീച്ചേഴ്സ് പറയുന്ന കേൾക്കാൻ തന്നെ ഒരു സുഖമായിരുന്നു. ആർട്സിലായാലും സ്പോർട്സിലായാലും പഠിത്തത്തിലായാലും ഒന്നാമൻ. ഇപ്പൊ ആ കാലമൊക്കെ പോയല്ലോ. ഇന്നിപ്പോ അവൻ മറ്റു പലതിലുവാ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസാരം തീർന്നിട്ടില്ല. അമ്മ വേണമെങ്കിലേ ആ ഡോറിൽ ചെവി വെച്ചൊന്ന് കേക്ക്. അമ്മ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ ഒന്ന് പോയി കേക്കമ്മേ. നീ നിന്റെ ഭർത്താവിനെ ശ്രദ്ധിക്കാതെ അവന്റെ കാര്യങ്ങൾ നോക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. എന്റെ അമ്മേ, അവന്റെ കള്ളത്തരങ്ങൾ കൈയോട് പിടിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത്. അബദ്ധം പറ്റിയാലേ നാണക്കേട് അമ്മയ്ക്കും കൂടിയാ. അങ്ങനെ അബദ്ധമൊന്നും പറ്റില്ല. അവൻ എന്ത് തെറ്റ് ചെയ്യാൻ പോയാലും അതിനു മുൻപ് എന്റെ മുഖം ഓർക്കും. പിന്നെ അവൻ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. എന്തായാലും ഞാനിന്ന് പോയി നോക്കട്ടെ. നമ്മുടെ മോളെ ജീവിക്കാൻ സമ്മതിക്കാത്ത വേറൊരുത്തം വരുന്നു. ഉണ്ണി ഇവിടെ ഉണ്ടോടി? ഉണ്ട്. കാറ് കിടക്കുന്നുണ്ടല്ലേ? എന്റെ ദൈവമേ, കുഴഞ്ഞല്ലോ. അല്ല, രണ്ടാളും നല്ല വിഷമത്തിലാണല്ലോ. എന്ത് പറ്റി? ഉണ്ണി അകത്തുണ്ട്. വിജയതാരെ കെട്ടിയോൻ. അതിനെന്താ, ഞാൻ അയാളെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നേ. എന്താ സംസാരിക്കാൻ? ഞാൻ കെട്ടാനിരുന്ന പെണ്ണായിരുന്നല്ലോ നിങ്ങളുടെ മോള്. അവളെ എനിക്ക് ഇങ്ങോട്ട് തരാൻ പറയണം. മോനെ ദീപു, മാനം കളയരുത്, ചതിക്കരുത്. എത്രയോ പേരെ കരുണം ചതിച്ചതാ. അങ്ങനെയാണല്ലോ താഴെ തട്ടിൽ നിന്നും ഈ നില വരെ എത്തിയത്. പിന്നെ മറ്റുള്ളവർ ചെയ്യുമ്പോ എന്താ നിങ്ങളൊരു വേദന? ഇപ്പൊ ഉണ്ണിക്ക് സംശയമൊന്നുമില്ല. രാത്രി ജനലിലേക്ക് ടോർച്ചടിച്ചതും എല്ലാം ഉൾപ്പെടെ ചെയ്തത് ദീപനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അത് പപ്പന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നിങ്ങളെ രണ്ടാളും രക്ഷിക്കുകയായിരുന്നു. എന്തിനാ അങ്ങനെ രക്ഷിച്ചത്? സത്യം അങ്ങ് തുറന്ന് പറയാൻ മേലായിരുന്നു. അവളിപ്പോ എനിക്കൊപ്പം ജീവിക്കാൻ തയ്യാറാ. ഞാനാ തടഞ്ഞു നിർത്തിയിരിക്കുന്നെ. അവളുടെ മനസ്സെന്താന്ന് ഞങ്ങൾക്കറിയാം. ഉണ്ണിയെ കളഞ്ഞിട്ട് ദീപുമോന്റെ കൂടെ വന്ന പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇപ്പൊ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരുപാട് പേരുടെ കണ്ണീര് കണ്ടതല്ലേ. അതിന്റെ ഒക്കെ ഫലം അനുഭവിക്കാതെ ഇവിടുന്ന് പോവാൻ പറ്റുമോ? ദീപേട്ടാ, ദീപേട്ടൻ എത്തിയോ? നീ വരാൻ പറഞ്ഞ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഉണ്ണി അകത്തുണ്ടല്ലയോ മോളെ? ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ദീപേട്ടനെ വിളിച്ചത്. ഉണ്ണിയേട്ടനെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇനി ദീപേട്ടൻ ഇവിടേക്ക് വരും. ദീപേട്ടൻ എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഇവിടെ വരാം. അങ്കിളെ, ആന്റി, എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് ഇരുന്നാലോ? ഇതിപ്പോ ഉണ്ണി നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പറയാണെങ്കിലോ? സാരമില്ല, ആ പരീക്ഷണത്തിന് ഞങ്ങൾ നിന്നു കൊടുക്കാം. അതിന്റെ അവസാനം എന്തായാലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ. അവിടെ നമുക്ക് ഇപ്പോ മുല്ലശ്ശേരി തറവാട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി. ആനെ കൊണ്ടായിരുന്ന വീടായിരുന്നു. അതെ അതെ, ഒരു കൊമ്പനും പിന്നെ ദീപുമോനെ പോലെ ഒരു സിംഹവും. രണ്ടുപേരും ഇപ്പൊ വീട്ടിലില്ല. ജയിലിലൊക്കെ കിടന്നതല്ലേ, അതുകൊണ്ട് വീട്ടുകാർക്ക് ഞാൻ അന്യനായിട്ട് മാറി. ഒരുത്തിയെ സഹായിച്ചതാ. ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നപ്പോ അവള് തേച്ചിട്ട് പോയി. വിജിത എന്നോട് എല്ലാം പറഞ്ഞു. അതിനൊക്കെ നിരാശപ്പെട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ദീപൻ ഇനിയൊരു കല്യാണം കഴിക്കണം. പ്രായം അധികമൊന്നും ആയിട്ടില്ലല്ലോ.
ഇനി ഞാൻ എപ്പോഴും ദീപുമോനോട് പറയും, പഴയ നിരാശാ കാമുകന്മാരെ പോലെ ഈ താടിയും വളർത്തി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പെണ്ണും കെട്ടി കുടുംബമൊക്കെ ആയി കഴിഞ്ഞാലേ പഴയതൊക്കെ അങ്ങ് മറക്കും. ആ അതിനെ പറ്റിയൊക്കെ സീരിയസ് ആയിട്ട് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. വേണു, ആ ഇങ്ങൊന്നേ ഇതൊന്ന് നോക്ക്. ഇത് ഇപ്പൊ ഒന്നും പറയാനില്ലേ? വൃത്തിഹീനമായ രീതിയിലാണ് ഓരോന്നും പാകപ്പെടുത്തുന്നത്. ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നവരെ കട പൂട്ടാൻ പോവുക. അയ്യോ സാറേ, പാറ്റ പോയിട്ട് ഒരു പൊടി പോലും പാത്രത്തിൽ ഇല്ലായിരുന്നു. അത്രയ്ക്ക് വൃത്തിയോടെയാ ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. അതിപ്പോ കണ്ടാണല്ലോ സാറേ. കട പൂട്ടിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യരുത് സാറേ. ഈ നാട് മുഴുവൻ ഈ കടയെപ്പറ്റി നല്ല അഭിപ്രായം സാറേ. അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ വന്നപ്പോ കണ്ടതേ കണക്കിലെടുക്കാൻ പറ്റൂ. കട തുറന്ന് പ്രവർത്തിച്ചാൽ അറസ്റ്റ് ഉണ്ടാവും. എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ എന്താ പ്രശ്നം? ഇവരെ കട പൂട്ടിക്കാൻ വന്നതാ. എന്താ സാറേ? ഞങ്ങള് ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നാ. ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഞാനിവിടുത്തെ കൃഷി ഓഫീസറാ അരുൺകുമാർ. എന്റെയും കൂടെ മേൽനോട്ടത്തിലായി കട നടത്തുന്നത്. മായം കലർന്ന പച്ചക്കറി പോലും ഇവിടെ ഭക്ഷണത്തിന് ഉപയോഗിക്കാറില്ല. എന്നിട്ട് നോക്ക്, പാത്രത്തിൽ മുഴുവൻ പാറ്റയാ. സാറേ, കട പൂട്ടിക്കാൻ മനഃപൂർവ്വം വന്നാണെങ്കിൽ പുഴുക്കളും വണ്ടും പാറ്റയും ഒക്കെ ഉണ്ടാവും. അത് ഈ കടയത്തല്ല, മനഃപൂർവ്വം കട പൂട്ടിക്കാൻ വേണ്ടി വരുന്നവർ കൊണ്ടിടുന്നതാ. എന്റെ സാറേ, കൃഷിയിൽ അമിതമായിട്ട് കീടനാശിനി തളിച്ച അത് നിങ്ങൾ കണ്ടെത്തിയ ആക്ഷൻ എടുക്കില്ലേ എന്ന് കരുതി ഞാനായിട്ട് ആരെയും മനഃപൂർവ്വം കഞ്ഞൂടി മുട്ടിക്കില്ല. ജൈവവളം ഉപയോഗിച്ച കൃഷി ചെയ്യുന്നത് ഈ നാട്ടുകാര്. ഞാൻ വന്നതിന് ശേഷം അതിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. അത് സാറിന് വേണമെങ്കിൽ ഈ നാട്ടിൽ നടന്നത് അന്വേഷിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെയാ ഈ കടയുടെ കാര്യവും. ഇവിടെ നിന്ന് നല്ല ഭക്ഷണം മാത്രമേ വിളമ്പിയിട്ടുള്ളൂ. ആ കേട്ടു ഇവിടുത്തെ ഭക്ഷണത്തിന്റെ സ്വാദിനെ പറ്റി. ഇങ്ങനെയുള്ള പല ഹോട്ടലുകളിലും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കറികളിൽ പലതും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഭക്ഷണത്തിന്റെ സാമ്പിൾ എടുക്കുന്നുണ്ട്. അതിൽ വളഞ്ഞ വഴി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കട ഇനി തുറക്കില്ല. രണ്ടാൾ ഇവിടെ വന്ന് നിൽക്കരുതോ? വീട്ടിലേക്ക് പോയ ഒരു ശ്വാസം മുട്ടലാ, അതുകൊണ്ടാ ഇവിടെ വന്ന് നിന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, നമ്മൾ നാളെ രാവിലെ തന്നെ തട്ടട തുറക്കും. അത് നടക്കൂ? ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ പത്രം ഇവിടെ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ നിങ്ങളെ എന്നെ മുട്ടിക്കാൻ ഒരുത്തനും വരില്ല. വഴക്കിനും അടിക്കൊന്നും പോണ്ട സാറേ. ഞാൻ എന്റെ വഴിക്ക് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് സ്വാധീനമുണ്ടെന്ന് അത് ചെയ്തവന്മാർ അറിയണമല്ലോ. പിന്നെ ദീപൻ അവന്റെ വഴിക്ക് നീങ്ങിയിട്ടുണ്ട്. വീണ്ടും ദീപനെ ജയിലിൽ കയറ്റരുത്. തട്ടുകട തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ദീപം മാത്രമല്ല, എന്റെ യാത്രയും ജയിലിലേക്ക് തന്നെയായിരിക്കും. കണ്ണനെ വിലങ്ങ് വെച്ചു കൊണ്ടുപോയത് ഞാൻ സഹിച്ചു. ഇനി പവിത്രയും കാർത്തൂനെ ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവന്റെയൊക്കെ തലയെടുത്തിട്ടായാലും ഞാൻ കണ്ണനൊപ്പം പോകും. നിങ്ങൾ വിഷമിക്കാതെ. കട കത്തിക്കാൻ നോക്കി, നടന്നില്ല. അതിനെ തുടർച്ചയായി ഇപ്പൊ കണ്ടത്. എന്ന് കരുതി കരുണന്റെ സന്തോഷത്തിന് അധികം നീളമൊന്നുമില്ല. അവൻ നിങ്ങളെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവനെ ജീവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. പവിത്രേ, നമുക്കൊക്കെ നഷ്ടപ്പെടാൻ കുറച്ചേ ഉള്ളൂ. അതുപോലാണ് അവന്. അതെ, നിങ്ങൾ വന്നേ. ഈ ചെറിയ സംഭവത്തിന്റെ പേരിൽ ഒന്നും കഴിക്കാതിരിക്കണ്ട. വാ വാ. ഞാനൊരു മണ്ണുണ്ണിയാണെന്നുള്ള രീതിയിലായിരുന്നല്ലോ തന്റെ സംസാരം. ഏതായാലും പൂട്ടിച്ചേ. അവന്മാരുടെ ഒക്കെ കഞ്ഞുകൂടി മുട്ടിച്ചേ. ഇനി എന്നെ മോശക്കാരനായി കാണരുത്.
തനിക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തരാവടോ. പക്ഷേ ഇനി ആ തട്ടുകട തുറന്ന് പ്രവർത്തിക്കരുത്. ഈ നാട്ടിൽ എവിടെയും അവളുമാര് തട്ടുകട തുറക്കരുത്. വലിയ വലിയ ഹോട്ടലിനേക്കാളും കച്ചവടമാണെന്നാ കേട്ടത്. കട നടത്തിക്കൊണ്ടു പോയിരുന്നെങ്കിലേ അവളുമാര് രക്ഷപ്പെട്ടേനെ. എനിക്ക് പേടി മറ്റോമാരെയാ. 3 ഉണ്ടല്ലോ, പപ്പൻ, അരുൺ, ദീപൻ. 3 തനി ഗുണ്ടകളെ പോലെയാ. ഇനി നമ്മളെ സംശയിക്കോ? എടി, ആ തട്ടുകടയ്ക്ക് എന്ത് സംഭവിച്ചാലും എന്നെ സംശയിക്കുന്നല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫുഡ് ഇൻസ്പെക്ടർ നേരിട്ട് വന്ന് ചെക്കിംഗ് നടത്തിയത് കൊണ്ട് ചിലപ്പോ സംശയം നമ്മളിലേക്ക് നീളില്ല. അതിനുവേണ്ടി അടുത്തുള്ള 1-2 കടകളിൽ കൂടി ഫുഡ് ഇൻസ്പെക്ടർ കയറി 1-2 ഒക്കെ അടപ്പിക്കുകയും ചെയ്തു. അത് സംശയം നമ്മളിലേക്ക് നീളാതിരിക്കാനാ. ഇനി മനസമാധാനത്തോടെ ആ റോഡിലൂടെ യാത്ര ചെയ്യാം. എടി സുധേ, എടി ആരാന്ന് നോക്കിയടി. മൂന്നാളും ഒത്തുകൂടിയത് തട്ടുകട പൂട്ടിയതിന്റെ സന്തോഷം കൊണ്ടാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. സാരമില്ല, അധിക കാലമൊന്നും അത് പൂട്ടിക്കിടക്കാൻ പോകുന്നില്ല. അങ്ങനെ പൂട്ടിക്കുന്നവരെ ഞങ്ങൾ പൂട്ടിക്കും. ആ ഫുഡ് ഇൻസ്പെക്ടറുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയാൾ എന്റെ പേര് പറഞ്ഞാലോ? അപ്പോ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമായിരിക്കും. ഉണ്ണേട്ടൻ അവളുമാരുടെ തട്ടുകടയുടെ മുന്നിൽ കൂടാണോ വന്നത്? അല്ല, അതവിടെ ഉള്ളതുകൊണ്ട് ആ വഴിക്കിപ്പോ വരാറില്ല, കറങ്ങിയാ വരുന്നത്. എന്നാലേ ഇനി മുതൽ ആ വഴിക്ക് വന്നാ മതി. കട പൂട്ടി. കട പൂട്ടിയോ? ആ, എന്റെ പപ്പ ഒരു വാക്ക് പറഞ്ഞാലേ അത് പാലിച്ചിരിക്കും. ഫുഡ് സേഫ്റ്റിന്ന് ആൾക്കാർ വന്നു. ഫുഡിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മായം ചേർക്കുന്നുണ്ടെന്ന്. പിന്നെ പൂട്ടാതിരിക്കാൻ പറ്റുമോ? അതിന്റെ അപ്പുറത്ത് എന്നെ പോലെ ഒരാള് ചെയ്യാൻ പാടില്ലാത്ത വൃത്തികെട്ട കളിയാ ഞാനിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും എന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ആ സാധുവായ മനുഷ്യന്റെ മുഖ. മണ്ണിനെ സ്നേഹിച്ച, മനുഷ്യനെ സ്നേഹിച്ച കണ്ണേട്ടന്റെ മുഖം. പപ്പേട്ടനെ വീട്ടിൽ വിട്ടിട്ട് എനിക്ക് ആ മതിലകം വരെ ഒന്ന് പോണം. അവിടെ പോയിട്ടൊന്ന് ടോർച്ച് തെളിക്കണം. അതിനനുസരിച്ച് സൗന്ദര്യവും കൂടുന്നുണ്ട്. അയ്യോ, ചിളിക്കല്ലേ ചിളിക്കല്ലേ. എനിക്ക് ചിരിയല്ല, കലിയാ വരുന്നത്. അമ്മാവന്റെ അനന്തരവന്റെ സ്വഭാവം മനസ്സിലാക്കി ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാ ഇതൊക്കെ. നിങ്ങൾക്ക് എന്നെ സംശയമാണെന്ന് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പോഴാ ഒന്ന് കുറഞ്ഞത്, പെണ്ണ് വളർന്നതിന് ശേഷം. അതിനു മുമ്പ് എന്നെ സംശയിക്കുകയും അതിന്റെ പേരിൽ എന്റെ ഇത് ഇടി കൊള്ളുകയും ചെയ്യായിരുന്നു. എന്നാലും ഒരു ദിവസം പോലും ഞാൻ നിന്നെ ഇടിച്ചിട്ടില്ലല്ലോ. അതിനുള്ള ആരോഗ്യം നിങ്ങൾക്കില്ല. ആര് പറഞ്ഞില്ലെന്ന്? ഓ, ഇതും കാണിച്ചോണ്ടിരിക്കാൻ ആരാ നോക്ക് മനുഷ്യ. മനുഷ്യ കാണിക്കുന്നത്. ഇവിടെ നിന്ന് വിളിച്ചു പോയാലേ അവൻ ഇപ്പോഴേ പേടിച്ചോടും. അല്ലടി, മറ്റവൻ വീണ്ടും പരോളിൽ ഇറങ്ങിയെങ്കിലേ ജയിലിൽ തുറന്ന കണ്ണി നോക്കി തന്നെ അറിയും.
പണ്ട് മാവേലെറിഞ്ഞ് ശീലമുള്ളതുകൊണ്ട് അവന് മുടിഞ്ഞ ഉന്നവാ. എന്നാലേ ഞാൻ വന്ന് നോക്കാം. എന്നവാ മോന്തയ്ക്ക് തന്നെയാണല്ലോ അടിച്ചത്. ആരെങ്കിലും കണ്ടോ? ഈ മോന്തയ്ക്ക് ലൈറ്റ് അടിച്ചാ പിന്നെ ആരെ കാണാനാ? അവൻ എന്നെ കണ്ടു കാണും. എന്നാലും ഇത് ആരായിരിക്കും കർണേട്ടാ? പപ്പൻ, ദീപൻ, അല്ലെങ്കിൽ ജയിലിൽ ചാടി വന്ന കണ്ണൻ. കുറച്ചുകൂടി ആധികാരികമായിട്ട് ചിന്തിച്ചാൽ വിശ്വനെന്നും പറയാം. കാരണക്കുറ്റി നോക്കി ഞാൻ ഒന്നങ്ങ് തരും, പറഞ്ഞേക്കാം. എടേ, എന്റെ സംശയം ശരിയാണെങ്കിൽ ഞാൻ ആ വഴിക്കും ചിന്തിക്കുമെന്ന് നിനക്കൊരു ബോധം വരുമല്ലോ. ഈ കണക്കിന് പോയാലേ നിങ്ങളുടെ ബോധം പോവും. എടേ, നീ പോയി ലൈറ്റ് ഓഫ് ചെയ്യും. അവനൊക്കെ ചമ്മിപ്പോട്ടെ. എടോ അപ്പച്ചി, അപ്പച്ചി നീ എന്തെടുക്കുവാ? ആഹാരം കഴിക്കാം അപ്പച്ചി. കടയിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ? വീട്ടിൽ നിന്ന് അപ്പച്ചി. ഹോട്ടലിലൊന്നും പോയി വയറ് കേടാക്കരുത്. നിനക്ക് അങ്ങനെ പോകുന്ന പതിവില്ലെന്നറിയാം, എങ്കിലും പറഞ്ഞേ ഉള്ളൂ. എന്താന്ന് പലഹാരം? ദോശയും ചമ്മന്തിയും സാമ്പാറും, പിന്നെ മുട്ടക്കറിയുണ്ട്. അത്രയൊക്കെ രാവിലെ ഉണ്ടാക്കിയോ? നിന്റെ കൂടെയുള്ള വക്കീലിന് പാചകം വലിയ വശമൊന്നുമില്ലല്ലോ. അഖിലിന്റെ കൂട്ടുകാരനും കൂടി ഉണ്ട് ഇവിടെ. ആരാത്? ദീപൻ എന്ന പേര്. അഖിലിന്റെ ക്ലോസ് ഫ്രണ്ടാ. നിന്റെ അല്ലല്ലോ. അധികം കൂട്ടുകെട്ടൊന്നും വേണ്ട. നിനക്ക് അടുപ്പില്ലാത്തവരെ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ട. ഇന്നലെ രാത്രി വന്നോളൂ അപ്പച്ചി. ഇന്നെ പൊക്കോളൂ. ഈ ഞായറാഴ്ച ഉറപ്പായിട്ട് നീ ഇവിടെ എത്തണം. 2-3 പെണ്ണ് കാണാൻ പോവാനുള്ളതാ. എനിക്ക് മടുത്തു അപ്പച്ചി. എനിക്ക് മടുത്തിട്ടില്ല. അങ്ങനെയൊക്കെയാ എല്ലാവരും കല്യാണം കഴിക്കുന്നത്. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. അപ്പച്ചി, എനിക്ക് കുറച്ച് തിരക്കുള്ള സമയാ. സൺഡേ ഹോളിഡേ അല്ലേ അരുൺ? പിന്നെ എന്തെത്ര തിരക്ക്? ശനിയാഴ്ച വൈകുന്നേരം പുറപ്പെട്ട 8 മണിക്ക് മുമ്പ് വീട്ടിലെത്തൂലോ? നോക്കാം. നോക്കണം. ശരി അപ്പച്ചി. കഴിഞ്ഞു. പെണ്ണ് കാണാനായിട്ട് വീട്ടിൽ ചെല്ലണമെന്നാ പറഞ്ഞേ. അരുണൊരു സ്കൂൾ കുട്ടിയല്ല. അല്ല, കൃഷി ഓഫീസറാണ്. 30 വയസ്സും 10 മാസവും കഴിഞ്ഞു. 2 മാസം കൂടി കഴിഞ്ഞാ 31 ആവും. അവനെ പറ്റി അവനേക്കാളും അവന്റെ അമ്മയെക്കാളും നിശ്ചയം എനിക്കാ. അതൊക്കെ ശരിയാ. ഇത് ശരിയല്ല. എന്നെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ചുമ്മാതിരിടി. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവൻ ഇപ്പോഴും എന്റെ അരുണാണെങ്കിൽ ഞാൻ പറയും നാളെ അവൻ കല്യാണം കഴിച്ചിരിക്കും. അതില് തർക്കമൊന്നും വേണ്ട. എന്ന് ഞാൻ പോയിട്ട് വരാം. രാവിലെ ആയതുകൊണ്ട് ട്രാഫിക് കുറവായിരിക്കും. 3 മണിക്കൂറിനുള്ളത് ചിലപ്പോ 2.5 മണിക്കൂർ കൊണ്ട് എത്തും. എന്നാ ശരി എടുത്തി. മോൾ ഒറ്റ ഒരുത്തിയാ അമ്മയുടെ ഈ യാത്രയ്ക്ക് കാരണം. അതുകൊണ്ടേ അമ്മയുടെ മോന്റെ സ്വഭാവം കൃത്യമായിട്ട് അറിയാൻ പറ്റും.
എന്തേ ഇവിടെ നിർത്തിയത്? കേറുന്നില്ലേ? കേറിയ പ്രശ്നോ? പിന്നെ കാണാം. എന്താണ് നിനക്ക് പറ്റിയത്? എടാ, ഒരാളിപ്പോ വരും. ആ സമയത്ത് ഞാൻ പൂജാമുറിലാന്ന് പറയണം. ആരാടാ? അപ്പച്ചി. നീ എന്തുവാടാ ഈ പറയുന്നത്? അതെടാ, ആ തട്ടുകട വരെ എത്തിയപ്പച്ചി. അവിടെ എന്തിനാ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള വരവാണോന്ന് എനിക്കറിയില്ല. നല്ല ജീവൻ പോയിട്ട് നിൽക്കോ ഞാൻ. നിന്നോടൊന്നും പറയാതെയാണല്ലോ വരവ്. എടാ, അതാ എന്റെയും സംശയം. അറിയാലോ, ഞാൻ ഈ നാട്ടിലേക്ക് വന്ന ശേഷം അപ്പച്ചി ഇവിടേക്ക് വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് ആദ്യമായിട്ട് വരുമ്പോ 2 ദിവസം മുമ്പേ വിളിച്ച് പറയേണ്ടതാ. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോ പറയേണ്ടതായിരുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ എത്തേണ്ട സമയവും കഴിഞ്ഞു. ഇനി എന്താണോ എന്തോ. നീ എങ്ങനെ അപ്പച്ചിയെ കണ്ടത്? എടാ, കാർത്തും ഞാനൂടെ ഒന്ന് ചുറ്റാൻ പോയിട്ട് അയാളെ കടയിൽ കൊണ്ട് വിട്ടപ്പോ അപ്പച്ചി കാറിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടു. ഭാഗ്യത്തിന് എന്നെ അപ്പച്ചി കണ്ടില്ല. പിന്നെ ഞാനിങ്ങോട്ടൊരു പാച്ചിലായിരുന്നു, മരണപ്പാച്ചില്. നിനക്കറിയോ, എവിടെ ദൂരയാത്ര പോയാലും സാധാരണ ചെറിയ കടയിൽ നിന്ന് അപ്പച്ചി എന്തെങ്കിലും കഴിക്കാനും കുടിക്കാറും ഉള്ളൂ. ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അവിടെ കയറും. ഇനി അങ്ങനെ കയറിയതാണോന്ന് അറിയില്ല. എങ്കിലും വിളിക്കാതെ വന്നതിൽ എനിക്ക് പേടിയുണ്ട്. നിന്റെ ഏട്ടത്തിയമ്മ നിന്നെ പിടിച്ചതാണല്ലോ. ഇനി അവരെ ഇറക്കി വിട്ടതായിരിക്കൂ. അതും പറയാൻ പറ്റില്ലടാ. അതുകൊണ്ടാ ദൈവത്തിന്റെ പടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാനൊന്ന് തിരികൊളുത്തിയത്. ഇനിയൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഭക്തിക്കൊട്ടും കുറവില്ലെന്ന് അറിഞ്ഞോട്ടെ. നീ അങ്ങോട്ടൊന്ന് ചെല്ല്. എടാ, നീ എന്താ ഈ ആലോചിക്കുന്നേ? അല്ല, വീട്ടിലൊന്ന് പോയാലോ എന്ന് ആലോചിക്ക. ഒരുമാതിരി മനുഷ്യനോട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാ അവൻ മുങ്ങാൻ പോകുന്ന. എടാ, ഈ സമയത്തല്ലേ എനിക്ക് നിന്റെ സഹായം വേണ്ടത്. നിന്റെ അപ്പച്ചി എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഞാനും കരിക്കട്ടായത് തന്നെ. കത്തിക്കുമ്പോ നമ്മളെ രണ്ടാളെയും കൂട്ടിയിട്ടേ കത്തിക്കൂ. നീ ഒന്ന് അപ്പുറത്ത് പോയി നിൽക്ക്. പോണോ? പോ. ഞാൻ കഴിച്ചതാ. പിന്നെ ഭക്ഷണം ഇഷ്ടപ്പെട്ടോണ്ട് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇരിക്കും മോനെ. ഇവിടുന്ന് കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ ദൂരേ ഈ പറഞ്ഞ കടയിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അപ്പച്ചിക്ക് അറിയാലോ. ഇത് നീ ഒന്ന് കഴിച്ചു നോക്ക്. വളരെ നന്നായിട്ടുണ്ടാ. കഴിക്കേ. ശരിയാണല്ലോ, വെള്ളയപ്പത്തിനൊക്കെ നല്ല മയമുണ്ട്. മുട്ടക്കറിയും കൊള്ളാം. മോശമാണെങ്കി ഞാൻ വാങ്ങിച്ചോണ്ട് വരൂ മോനെ. സ്ത്രീകൾ നടത്തുന്ന കടയാ, അതിന്റെ മെച്ചമുണ്ട്. എന്നാ പിന്നെ നീ ഇന്ന് ലീവ് എടുക്കാരണേ. അപ്പച്ചി വന്നതല്ലേ. അപ്പച്ചി നീ ഏതായാലും 2-3 ദിവസം കഴിഞ്ഞ് പോയാ മതി. ഇവന്റെ വെളിയും പറച്ചിലൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഓടി വന്നതാ ഇവനെ ഒന്ന് നോക്കാൻ. ഞാൻ വളർത്തിയവനല്ലേ, എന്തെങ്കിലും മാറ്റമുണ്ടോന്ന് അറിയണമല്ലോ. അയ്യോ, കുടിക്കേ.
സാർ ഒന്നും പറയാതെ അങ്ങ് പോയതെന്താ? പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എന്തായാലും ഒന്ന് ഉറപ്പായെടുത്തേ, ആ വന്ന സ്ത്രീ അരുൺ സാറുമായിട്ട് പരിചയമുള്ള കൂട്ടത്തിലാ. ആ സമയത്ത് സാറിന്റെ മുഖത്ത് നല്ല ഭയവും ഉണ്ടായിരുന്നു. ആരാ സാറേ വന്നത്? എന്താ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്? ഭാഗ്യത്തിനെ കാത്തു രക്ഷപ്പെട്ടത്. ആ വന്നത് ദേവനന്ദ, എന്റെ അപ്പച്ചി. അപ്പച്ചി എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ചുകൂടെ പ്രായം കാണുമെന്ന് കരുതി. ഞാൻ പലപ്പോഴും പറഞ്ഞാണല്ലോ അപ്പച്ചി കണ്ട പ്രായം തോന്നില്ല എന്ന്. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വന്നത്? ഒന്നും അറിഞ്ഞിട്ടില്ല സാറ് പറഞ്ഞത്. സാറിന്റെ പോക്കിൽ സംശയം തോന്നിയിട്ട് പിടിച്ച പിടിയാലെ പോന്നതാ രണ്ടുപേരും. അപ്പച്ചിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ അത് പിന്നെ ഉള്ളിൽ വെച്ചോണ്ട് നടക്കില്ല. പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. ഭാഗ്യത്തിന് അവിടെ വെച്ച് കണ്ടത് നന്നായി. ഞാൻ അപ്പച്ചിന്റെ മുമ്പിൽ നല്ല പിള്ളയായി. സംശയമൊക്കെ നീക്കിയിട്ട് ആള് പോയിരിക്കുന്നെ. അതുകൊണ്ടാ പറഞ്ഞത് ഈ ഒന്നിച്ച് ചുറ്റലൊന്നും അധികം വേണ്ടാന്ന്. ഇനി അപ്പച്ചി ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല. അരുൺ ഇത്രയധികം അപ്പച്ചിയെ ഭയക്കുമ്പോ ഇതിന്റെ അവസാനം എന്തായിരിക്കും? ആ, അത് ഞാനും ചോദിച്ചു. എന്തായാലും ഒരു പൊട്ടിത്തെറി കൂടാതെ ഇത് അവസാനിക്കില്ല. കണ്ണേട്ടനാണെങ്കിൽ ഒന്നും മറച്ചു പിടിച്ചോണ്ട് നടക്കുന്ന ഇഷ്ടമല്ല. അത് പിന്നെ പറയണോ? അടുത്ത ആള് വിളിക്കുന്നു. ഡോക്ടർ ഉണ്ണിയുടെ പ്രിയ പത്നി. കട്ടിയിട ഒന്ന്. സാറേ, അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഞാനവളുടെ ഭർത്താവല്ലേ? ഭർത്താവോ? അല്ല പിന്നെ സാറേ, ഞാൻ കെട്ടിയ താലിയും അവളുടെ കഴുത്തിലുണ്ട്. ഒരു മിനിറ്റ്. എന്താണത്? ഹലോ, നാളെ ക്രിസ്മസാ. ഇന്ന് രാത്രി എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്താ, കാണാലോ. ഈ രാത്രി വരുമോ? നീ വിളിച്ച് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? വരുന്നുണ്ടെങ്കിലേ എല്ലാരും ഉറങ്ങിയിട്ട് വരണം. ഇല്ല, എല്ലാവരും ഉണർന്നിരിക്കുമ്പോ തന്നെ ഞാൻ വരും. അയ്യോ, നീ പേടിക്കണ്ടടി, ഞാനവിടെ എത്തിക്കോളാം. ഹലോ, ആ നന്ദനമോളെ, ഇങ്ങോട്ട് ഇറങ്ങി വാ. പിടിച്ചോ. ഇതൊന്നും ശരിയായിട്ടുള്ള രീതിയല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് പയ്യന്റെ വീട്ടിൽ അറിയാതിരിക്കുക, അവർക്കൊപ്പം പെണ്ണ് കാണാൻ പോവുക, ഇതൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവ. അപ്പച്ചയെ കുറിച്ച് പറഞ്ഞു കേട്ടതല്ലാതെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. സാറും ശരിക്ക് ഭയന്നിട്ടുണ്ട്. എത്ര കാലം ഇങ്ങനെ ഭയന്ന് ജീവിക്കും? എങ്ങനെ നോക്കിയാലും അരുൺ നല്ല ചെറുപ്പക്കാരനാ. എങ്കിലും സ്വന്തം വീട്ടുകാരെ മണ്ടന്മാരാക്കുന്ന ഈ ഏർപ്പാടിനോട് എനിക്ക് യോജിപ്പില്ല. അന്നൊരു ദിവസം മോളെ അവിടെ വന്ന് കണ്ടപ്പോ തന്നെ ആ വീട്ടിലുള്ളവരെ എനിക്ക് പിടികിട്ടി. അരുണിന്റെ അമ്മ പാവവാ. എന്നാൽ അതിലൂടെ തീരും ഏട്ടത്തി. അതിന്റെ കൂടെ ഇങ്ങനൊരു അപ്പച്ചിയോടെ കൂടിയാലോ? ഏട്ടൻ പറ, ഞാൻ അതുപോലെ ചെയ്യാം. ഇനിയിപ്പോ എന്താ ചെയ്യുന്ന മോളെ?
താലികെട്ട് കഴിഞ്ഞതല്ലേ? അരുണിനെ പോലൊരാളെ മോക്ക് വേണ്ടി കണ്ടെത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെയാണ് ശരിയായ ബന്ധം. പക്ഷെ അവർക്ക് അങ്ങനെ അല്ല. അവരുടെ പയ്യനെ കുറിച്ച് അവർക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. സാറിനെ വിഷമിപ്പിക്കാനും കഴിയില്ല. ഞാൻ നേരത്തെ കണ്ടപ്പോ അരുണിനോട് പറഞ്ഞതാ ഈ പോക്ക് ശരിയല്ലെന്ന്. എല്ലാ രക്ഷിതാക്കൾക്കും അവരുടെ കുട്ടികൾ അവരെ അനുസരിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം. ഞാനിപ്പോ ഉണ്ണിയെ കുറിച്ച് എന്നെ നിരന്തരം പറയാറില്ലേ മോളെ? അവൻ നിന്നെ വിട്ടു കളഞ്ഞപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയോ? അവൻ നന്ദിയേട് കാണിച്ചപ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയോ? അതുപോലല്ലേ മറ്റുള്ളവരുടെയും കാര്യം. അരുൺ സാറിന്റെ വീട്ടിൽ പോയ ശേഷം ഞാൻ ആ ബന്ധം നടക്കില്ലെന്ന് ഉറപ്പിച്ചതാ. സാറിന്റെ വഴിക്ക് സാറ് പോയിക്കോട്ടെ എന്നും കരുതിയതാ. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ താലി കെട്ടേണ്ടി വന്നു. എങ്കിലും സാറിന് ഞാനൊരു അപകടമാണെങ്കിൽ ഞാൻ വിട്ടു നിൽക്കാൻ തയ്യാറാ. എനിക്ക് എന്റെ ഭാവിയെക്കുറിച്ച് ഒരാശങ്കയും ഇല്ല കണ്ണേട്ടാ. എന്റെ അടുത്ത് പവിത്രയടുത്തുണ്ട്. മനുഷ്യ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഓ വേണ്ട, ഇന്നത്തെ ദിവസം തല്ലും വഴക്കും ഒന്നും വേണ്ട. അത് നിങ്ങൾക്ക് കൂടി തോന്നണം. നോക്കെടുത്ത നല്ല കാര്യങ്ങളൊന്നും വരത്തില്ല. ഓ മതി മതി, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ആ എടിയേ, നമുക്ക് ഉണ്ണിക്കുട്ടനെ വിളിച്ചൊന്ന് അഭിനന്ദിക്കണ്ടേ? ഇത് ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ല അഭിനന്ദിക്കാൻ. കല്യാണം കഴിഞ്ഞ ആണുങ്ങൾ അച്ഛനാകും. നിങ്ങൾ വരെ അച്ഛനായി, പിന്നാണോ? ഈ നിങ്ങൾ വരെ എന്ന് പറയാൻ എനിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നോടി? അനന്തരവനെ പോലെ തന്നെയായിരുന്നു മാമനും. കല്യാണം കഴിഞ്ഞ് എത്ര നാള് കഴിഞ്ഞാ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പറ്റിയത്? കുഴപ്പം നിങ്ങൾക്കായിരുന്നു. ആ മതി മതി, അന്നത്തെ കാര്യം പറഞ്ഞ് ഇപ്പൊ കൊച്ചാക്കാൻ നോക്കൊന്നും വേണ്ട. നീ പെട്ടെന്ന് വാതിൽ പൂട്ടിയിട്ട് ഇറങ്ങാൻ നോക്കടി. അങ്ങനെ വഴിക്ക് വാ. സമാധാനമായിട്ട് ഉറങ്ങാം. ഇറങ്ങടി വേഗം. ആ സാധനം കേട്ടേ. ചെല്ലില്ലയോ? പോ മോളെ. മോളെ, മോക്ക് സന്തോഷായല്ലോ. ഇത് കണ്ടോ, കുറച്ച് പലഹാരങ്ങളാ. മോക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഇതിനകത്തോണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിക്കുട്ടം മിടുക്കനാ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? എത്ര തല്ല് കിട്ടിയാലും ആ വേദനയൊക്കെ പെട്ടെന്ന് അങ്ങ് മറക്കും. അതാ രണ്ടാളിന്റെ കുഴപ്പം. ഭക്ഷണം കൊടുക്കുന്ന കൈക്ക് തിരിഞ്ഞു കുത്തുന്ന ഇനങ്ങളാ. അതിനൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വിളമ്പോ? എന്തായാലും എനിക്ക് അവിടെ ഒരു ഒന്ന് പോണമെന്നുണ്ട്. എന്തിനാ ദീപേട്ടാ വെറുതെ വിജിതയുടെയും ഉണ്ണേട്ടന്റെ ഇടയിലേക്ക് കയറി ചെല്ലുന്നത്? അതിന് എന്നേക്കാൾ താല്പര്യം വിജിതയ്ക്കായതുകൊണ്ട്. എന്നെ അവള് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുണ്ട്. കളി തുടങ്ങിയിട്ടുള്ളൂ കാർത്തു. കണ്ണേട്ടന്റെ നെഞ്ചിലെ എരിച്ചിലുണ്ടല്ലോ, അതിന് പരിഹാരം കണ്ടല്ലേ പറ്റൂ. എന്നാ ശരി പാപ്പേട്ടാ, ഞാൻ ഇറങ്ങാം. ശരി. അല്ലോ അപ്പാ, ദീപന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ കുഞ്ഞ് ദീപന്റെ ആണെന്ന്. ഏയ്, അത്രയ്ക്കൊന്നും താഴോട്ട് ദീപം പോവില്ല. പറയാൻ പറ്റില്ല പവിത്രേ. അവന്റെ കണ്ണില് കരുണനും വിജിതയൊന്നും അല്ല യഥാർത്ഥ ശത്രുക്കള്, ഉണ്ണിയാ. സ്വന്തം ഏട്ടന്റെ അധ്വാനം മുഴുവൻ പിടിച്ചു വാങ്ങിയിട്ട് അവനെ കറിവേപ്പിലയാക്കിയ ഉണ്ണി.
എന്താ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം? എന്റെ കഴുത്തില് 2 പേര് താലി കെട്ടി. അതിൽ 2ാമത്തെ താലിക്കാണ് ബലം കൂടുതലെന്ന് തോന്നുന്നു. കാവിശ്ശേരിക്കരണൻ തട്ടുകടയിൽ വന്ന് മതിലകത്തൊരു അവകാശി വരാൻ പോവാന്ന് പറഞ്ഞു. അതെ, എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാ. അതിന്റെ അച്ഛൻ പക്ഷേ മതിലകത്തെ ഉണ്ണിയല്ല, ഞാൻ ആദ്യം സ്നേഹിച്ച പുരുഷൻ തന്നെയാ, എന്റെ ദീപേട്ടൻ. മര്യാദയ്ക്ക് പറയുന്നത് മാത്രം ചെയ്താ മതി, മിണ്ടാതെ ഉരിയാടാതെ. സംസാരം കൂടിയാലേ പിന്നെ അടുക്കള പണിക്ക് വേറെ ആള് വരും. ഞാൻ നിന്റെ നാത്തൂന, വിജിതയുടെ അപ്പച്ചിയാ. ഈ ബോധമൊന്നും മുമ്പ് നിങ്ങൾക്കില്ലായിരുന്നല്ലോ. ഞങ്ങൾ പാപ്പരായിരുന്ന സമയത്തെ ഇത്തരം ബന്ധങ്ങളൊന്നും നിങ്ങൾ ഓർത്തിട്ടില്ലല്ലോ. മോളിലൊരാള് ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഗതി വന്നത്. ഇനിയെങ്കിലും അനുസരണയോടെ ജീവിക്കാൻ നോക്ക്. എങ്കിലേ വയസ്സാങ്കാലത്തെ വീണ് കഴിയുമ്പോ ആരെങ്കിലും നോക്കാൻ കാണൂ. മര്യാദയിലും സ്നേഹത്തോടും കൂടി പറയുന്നതാണ് കുഴപ്പമെങ്കിൽ പറയാ. മര്യാദക്ക് ഓംലെറ്റ് എടുക്ക്. ആ പിന്നെ കോഴിയുടെ വേണ്ട, താറാവിന്റെ മതി. പിന്നെ ഓംലെറ്റിനകത്ത് ഉപ്പേ ചേർക്കാവൂ, സോപ്പ് പൊടിയൊന്നും ചേർത്തേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ. ആ ദീപനാ, എന്തൊക്കെയുണ്ട് ദീപ വിശേഷം? എനിക്കല്ല കണ്ണേട്ട വിശേഷം, കണ്ണേട്ടന്റെ തറവാട്ടിലാ. അവിടുത്തെ ഇളയ മരുമകൾ അമ്മയാവാൻ പോവാ. എന്ന് കരുതി അവിടെ സന്തോഷത്തിന് വകയൊന്നുമില്ല കേട്ടോ. ഇപ്പോ എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. എന്നാൽ വൈകാതെ അത് മാറുമെന്നാ ഞാൻ പറഞ്ഞത്. അവിടത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ട ദീപ. അവർക്ക് കുഞ്ഞ് ജനിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് കൊള്ളാം. എന്തായാലും ആ ജനിക്കുന്ന കുഞ്ഞെ ഒരു നന്ദി കെട്ട കുഞ്ഞായിരിക്കും.